നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മൂന്നാം തവണയും BJP അധികാരത്തിലെത്താതിരിക്കാൻ പാലക്കാട് നഗരസഭയിൽ മതേതര നീക്കം ആരംഭിച്ച CPM-ഉം കോൺഗ്രസും. തുടർഭരണം അഭിമാന പ്രശ്നമായതോടെ എന്തു വില കൊടുത്തും അധികാരത്തിലെത്താൻ NDA. CPM കേന്ദ്രങ്ങളിൽ BJP വളർച്ച. പാലക്കാട് ജില്ലയിൽ 2 പഞ്ചായത്തുകളുടെ ഭരണമുറപ്പിച്ച BJP. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിമത നീക്കത്തിൽ പാലക്കാട് ജില്ലയിൽ CPM-ന് നഷ്ടമായത് 5 പഞ്ചായത്തുകൾ. BJP സ്വാധീനമുറപ്പിച്ചതും പുതൂർ പഞ്ചായത്തിൽ ഒരു മെമ്പർ പോലും ഇല്ലാത്തതും CPM-ന് കനത്ത തിരിച്ചടി. തൃശൂരിൽ പാർലമെന്ററി പാർട്ടിയുടെ അഭിപ്രായം കണക്കിലെടുത്ത് മേയർ തീരുമാനിക്കുമെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. മറ്റു ഘടകങ്ങളുടെ സ്വാധീനമുണ്ടാകില്ലെന്നും ജോസഫ് ടാജറ്റ്. വാടനാകുരിശിയിൽ കോൺഗ്രസ് പ്രവർത്തകരും INTUC അംഗങ്ങളുമായ 2 പേർ പാർട്ടി വിട്ട BJP. പാർട്ടി വിട്ടവർക്ക് സ്വീകരണമൊരുക്കി BJP. കോൺഗ്രസിന്റെ അസ്തിത്വം നഷ്ടപ്പെട്ടെന്ന് പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ. പാർട്ടി വിട്ടവരെ INTUC അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതായി കോൺഗ്രസ് വാടനാകുരിശി മണ്ഡലം പ്രസിഡന്റ് P. രൂപേഷ്. അംഗങ്ങളെ പുറത്താക്കിയത് DCC പ്രസിഡന്റിനെയും INTUC ജില്ലാ പ്രസിഡന്റിനെയും അറിവോടെയെന്നും രൂപേഷ്. പറപ്പൂക്കരയിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ 2 പ്രതികൾ റിമാൻഡിലായത് പറപ്പൂർ സ്വദേശികളായ രോഹിത് എന്ന 23 വയസ്സുള്ള കുട്ടനും OP എന്നറിയപ്പെടുന്ന 36 വയസ്സുള്ള വിപിനും. ഓടിക്കൊണ്ടിരിക്കുന്ന KSRTC ബസ് ദേശീയപാതയോരത്ത് നിർത്തിയിട്ട് ഇറങ്ങിപ്പോയ ഡ്രൈവറെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പാലക്കാട് നെന്മാറ ചാത്തമംഗലം സ്വദേശി ബാബുവിനെയാണ് ഞായറാഴ്ച രാവിലെ മണലി പാലത്തിന് താഴെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ദേശമംഗലം വറവട്ടൂരിൽ പ്രവർത്തിക്കുന്ന ഗ്രാനൈറ്റ് ക്വാറിയിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് ഇടുക്കി കഞ്ഞിക്കുഴിയും മൂത്ത വീട്ടിൽ 74 വയസ്സുള്ള ശശിമാധവൻ. വാർത്തകൾ വിശദമായി. മൂന്നാം തവണയും BJP അധികാരത്തിലെത്താതിരിക്കാൻ പാലക്കാട് നഗരസഭയിൽ മതേതര നീക്കം ആരംഭിച്ച് CPM-ഉം കോൺഗ്രസും. തുടർഭരണം അഭിമാന പ്രശ്നമായതോടെ എന്തു വില കൊടുത്തും അധികാരത്തിലെത്താൻ BJP. ഭരണപ്രതിസന്ധി 27 സീറ്റ് എന്ന ലക്ഷ്യത്തിലെത്താൻ ഒരു കക്ഷിക്കും സാധിക്കാത്ത സാഹചര്യത്തിൽ 53 അംഗ നഗരസഭയിൽ കേവല ഭൂരിപക്ഷത്തിനാവശ്യമായ 27 സീറ്റ് ഒരു കക്ഷിക്കും ലഭിക്കാത്തതാണ് നഗരസഭയിൽ ഭരണ പ്രതിസന്ധി ഉണ്ടാക്കിയത്. 25 സീറ്റ് നേടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി BJP മാറിയെങ്കിലും CPM UDF അംഗങ്ങൾ ഒന്നിച്ചാൽ ഭരണപ്രതിസന്ധിക്കിടയാക്കും. BJP ഭരണത്തിലേറുന്നതിനാൽ കോൺഗ്രസും CPM ഒന്നിക്കുന്നത് മാസങ്ങൾക്കകം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന ആശങ്ക UDF-നും LDF നേതൃത്വങ്ങളെയും പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. BJP 25, UDF 19, LDF 9, സ്വതന്ത്രൻ 1 എന്നിങ്ങനെയാണ് നഗരസഭയിലെ കക്ഷിനില. 48-ാം വാർഡ് പള്ളിപ്പുറത്തു നിന്നും കോൺഗ്രസ് വിവിധനായി മത്സരിച്ച് വിജയിച്ച H. റഷീദിനെ മുൻനിർത്തി ഇന്ത്യ സഖ്യ സാധ്യതയാണ് ഇരു മുന്നണികളും ആരായുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. CPM കേന്ദ്രത്തിൽ BJP വളർച്ച. പാലക്കാട് ജില്ലയിൽ ആദ്യമായി 2 പഞ്ചായത്തുകളുടെ ഭരണം പിടിച്ചെടുത്ത് BJP. മണ്ണാർക്കാട് മേഖലയിലെ പുതൂർ പഞ്ചായത്തിലെ 14 വാർഡുകളിൽ 9-ൽ വിജയിച്ചാണ് BJP അധികാരമുറപ്പിച്ചത്. ഇവിടെ CPM-ന് ഒരു മെമ്പർ പോലും ഇല്ലാത്തത് നാണക്കേടായി. CPM കോട്ട എന്നറിയപ്പെടുന്ന മലമ്പുഴ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന അകത്തിത്തറ പഞ്ചായത്തിൽ 19 വാർഡുകളിൽ 10 സീറ്റ് നേടിയാണ് BJP ഭരണം പിടിച്ചത്. 35 വർഷത്തെ LDF ഭരണമാണ് BJP അകത്തിത്തറയിൽ ഇല്ലാതാക്കിയത്. LDF 8-ഉം UDF 1 എന്നിങ്ങനെയാണ് മറ്റു കക്ഷിനില. 2 പഞ്ചായത്തുകൾ പിടിച്ചതിന് പുറമെ ചില തദ്ദേശ സ്ഥാപനങ്ങളിലും BJP നിർണായകമായി. ജില്ലയിൽ കമ്മ്യൂണിസത്തിന്റെ പ്രഭാതം വിരിയിച്ച ഷൊർണൂർ നഗരസഭയിൽ BJP പ്രതിപക്ഷത്തിലേക്ക് ഉയർന്നത് CPM-ന് ഞെട്ടലുണ്ടാക്കി. പറളി പഞ്ചായത്തിൽ BJP-യും CPM-ഉം 8 വീതം സീറ്റ് നേടിയതോടെ ഭരണം ആർക്കെന്ന് കണ്ടറിയേണ്ട സ്ഥിതിയായി. തരൂർ, കൊടുവായൂർ, കൊല്ലങ്കോട്, വാണിയംകുളം തുടങ്ങിയ പഞ്ചായത്തുകളിലും BJP നിർണായക ശക്തിയായി. 2020-ൽ 160 അംഗങ്ങളുണ്ടായിരുന്ന BJP-ക്ക് 2025-ൽ 200 അംഗങ്ങളാക്കി ഉയർത്താൻ കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിമത നീക്കത്തിൽ പാലക്കാട് ജില്ലയിൽ CPM-ന് നഷ്ടമായത് 5 പഞ്ചായത്തുകൾ. CPM കേന്ദ്രങ്ങളിൽ BJP സ്വാധീനമുറപ്പിച്ചതും പുതൂർ പഞ്ചായത്തിൽ ഒരു മെമ്പർ പോലുമില്ലാത്തതും CPM-ന് കരുത്ത തിരിച്ചടി. മണ്ണാർക്കാട്, കൊഴിഞ്ഞാമ്പാറ, വടക്കഞ്ചേരി, അമ്പലപ്പാറ മേഖലകളിലാണ് CPM-നെതിരെ വിമത തദ്ദേശ പോരിനിറങ്ങിയത്. അമ്പലപ്പാറയിൽ വിമതർ നിർണായകമായില്ലെങ്കിലും പാർട്ടി വോട്ടുകളിൽ വിള്ളലുണ്ടാക്കി. വടക്കഞ്ചേരിയിൽ വിമതരായി കിഴക്കഞ്ചേരിയിൽ മത്സരിച്ച മുൻ ഏരിയ സെക്രട്ടറി ബാലനും വടക്കഞ്ചേരി ലോക്കൽ സെക്രട്ടറി ഗംഗാധരനും പരാജയപ്പെട്ടെങ്കിലും വടക്കഞ്ചേരിയിലെ 18-ാം വാർഡിൽ മത്സരിച്ച CPM വിമതൻ C. പ്രസാദ് വിജയിച്ചു. വടക്കഞ്ചേരി മേഖലയിലെ വിമത നീക്കവും ഏശിയില്ലെങ്കിലും കൊഴിഞ്ഞാമ്പാറ, മണ്ണാർക്കാട് മേഖലകളിൽ 5 പഞ്ചായത്തുകളുടെ ഭരണമാണ് പാർട്ടിക്ക് നഷ്ടമായത്. പാർട്ടിയുമായി അകന്നു നിൽക്കുന്ന P. ശശിയുമായി അടുത്തു നിൽക്കുന്നവരുടെ നീക്കത്തിൽ കരിമ്പ, കാരക്കുറിശി, തച്ചമ്പാറ പഞ്ചായത്തുകളും ജില്ലാ സെക്രട്ടറി EN. സുരേഷ് ബാബുവിനോട് ഇടഞ്ഞ് കൊഴിഞ്ഞാമ്പാറയിൽ വെല്ലുവിളി ഉയർത്തിയ വിമതർ കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്തിലെ 10 വർഷം നീണ്ട CPM ഭരണം അവസാനിപ്പിച്ചു. കിഴക്കൻ മേഖലയിലും വടകരപ്പതിയിലും CPM-നെ കൈവിട്ടു. വിമത നീക്കം തടയാനായി സംസ്ഥാന സെക്രട്ടറി നേരിട്ട് ഇടപെട്ടെങ്കിലും ഫലമുണ്ടായില്ല. CPM ജില്ലാ സെക്രട്ടറി ഏകാധിപതിയാണെന്ന് ആരോപിച്ചാണ് ജില്ലാ സെക്രട്ടറി ഉൾപ്പെടുന്ന ഏരിയ കമ്മിറ്റി കീഴിലെ കൊഴിഞ്ഞാമ്പാറയിൽ വിമതർ രംഗത്ത് വന്നത്.
ഏത് പ്രതിസന്ധി ഘട്ടത്തിലും CPM-നും നിന്ന പാലക്കാട് ജില്ലയിൽ പാർട്ടിയിൽ അടിയൊഴുക്ക് ശക്തമായതോടെ പാർട്ടി നടപടികൾ പുനർചിന്തനയ്ക്ക് വിധേയമാക്കാൻ പാർട്ടി തയ്യാറാകും. മണ്ണാർക്കാട്, ചിറ്റൂർ, വടക്കഞ്ചേരി, അമ്പലപ്പാറ മേഖലകളിൽ നാം വിട്ട വിമത നീക്കങ്ങൾ വ്യാപിപ്പിക്കാതിരിക്കാനുള്ള നടപടികൾ പാർട്ടി സ്വീകരിച്ചേക്കും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂരിൽ പാർലമെന്ററി പാർട്ടികളുടെ അഭിപ്രായം കണക്കിലെടുത്ത് മേയർ തീരുമാനിക്കുമെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. മറ്റ് ഘടകങ്ങൾ ഒരു തരത്തിലുള്ള സ്വാധീനമുണ്ടാക്കില്ലെന്നും DCC പ്രസിഡന്റ് പറഞ്ഞു. ജില്ലയിൽ ആകമാനം വൻ വിജയ നേടാനായി എന്നും ജോസഫ് ടാജറ്റ് കൂട്ടിച്ചേർത്തു. തീർച്ചയായും മേയർ അല്ലെങ്കിൽ ഡെപ്യൂട്ടി മേയർ എന്നുള്ളതൊക്കെ പാർലമെൻ്ററി പാർട്ടിയുടെ തീരുമാനമാണ് നടപ്പിലാക്കുക. അതിലൊരു നിലയ്ക്കും ആരുടെയും ഇടപെടൽ ഉണ്ടാവില്ല. അത് തീർത്തും പറയാം. പൂർണ്ണമായി പാർലമെൻ്ററി പാർട്ടിയെ ഞങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നു. അവരുടെ തീരുമാനമായിരിക്കും ഇവിടെ പുതിയ മേയറും ഡെപ്യൂട്ടി മേയറും. എന്നത്തേക്കാണ് പാർലമെന്ററി പാർട്ടി ചേരുക? അതിപ്പോൾ സ്വാഭാവികമായും ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരണം എന്നാണ് മേയർ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ്. അതിന് തൊട്ട് ദിവസങ്ങളിലായിരിക്കും അതിൻ്റെ തീരുമാനം ഞാൻ മുന്നേ സൂചിപ്പിച്ചതാണ്. ഞങ്ങളെ സംബന്ധിച്ച് സ്ഥാനാർത്ഥി നിർണയം ഒരു കാലത്തും ഇല്ലാത്ത രീതിയിൽ ഞങ്ങളെ സംബന്ധിച്ച് താഴെ തട്ടിൽ അവർ നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിയെയാണ് ഞങ്ങൾ തീരുമാനിച്ചത്. ആ ഒരു തീരുമാനത്തിന് ഈ ജില്ലയിലെ മുഴുവൻ സീനിയർ നേതൃത്വം അതിന് കൂട്ടുനിന്നു. അതെനിക്ക് വളരെയധികം ശക്തി പകർന്നു. അതിലൊരു മാറ്റവും വരുത്താതെ ഞങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ അവർ വോട്ടർമാർക്ക് ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥികളായി മാറി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു വിജയം ഞങ്ങൾക്ക് ലഭിച്ചത്. വാടനാകുറിശ്ശിയിൽ കോൺഗ്രസ് പ്രവർത്തകനും INTUC അംഗവുമായ സുന്ദരബാബു, INTUC അംഗം സുനിൽ എന്നിവർ പാർട്ടി വിട്ട് BJPയിൽ ചേർന്നു. ഞായറാഴ്ച വാടനാകുറിശ്ശിയിൽ നടന്ന സ്വീകരണ യോഗം BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസിന്റെ അസ്തിത്വം നഷ്ടപ്പെട്ടെന്ന് P. വേണുഗോപാൽ പറഞ്ഞു. വാരണാസിയിൽ കോൺഗ്രസ് പ്രവർത്തകനും INTUC അംഗവുമായിരുന്ന സുന്ദരബാബു, സുനിൽ എന്നിവരാണ് പാർട്ടി വിട്ട് BJPയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. ഞായറാഴ്ച വാരണാസിയിൽ സംഘടിപ്പിച്ച സ്വീകരണ യോഗത്തിൽ ഇരുവരെയും ഷാളണിയിച്ച് പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. സ്വീകരണ യോഗം BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസിന്റെ അസ്തിത്വം നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് P. വേണുഗോപാൽ കുറ്റപ്പെടുത്തി. നമ്മൾ ഇന്ന് രാഹുൽ ഗാന്ധിയുടെയും മറ്റ് ചെയ്തികളെ എതിർക്കുമ്പോഴും ഒരു കാലത്ത് മഹാത്മാഗാന്ധിജിയൊക്കെ നേതൃത്വം കൊടുത്ത, സർദാർ വല്ലഭായ് പട്ടേൽ നേതൃത്വം കൊടുത്ത ആ കോൺഗ്രസ് എത്രയോ മാറിക്കൊണ്ട് നിമിത്തം ബഹുർദ വേഷം എന്നുള്ള പോലെ നേതാക്കന്മാർ അവരുടെ കാര്യത്തിന് താഴെത്തട്ടുള്ള നേതാക്കന്മാർ പണം പറ്റിക്കൊണ്ട് ആ പാർട്ടിയെ വഞ്ചിക്കുമ്പോൾ ഈ ആത്മാഭിമാനമുള്ള ഒരു കോൺഗ്രസ്സുകാരന് ആ കോൺഗ്രസിൽ നിൽക്കാൻ പറ്റില്ല എന്നുള്ളതിന്റെ ഏറ്റവും അടുത്ത ഉദാഹരണമാണ് ഈ സുന്ദരബാബുവും സുനിലും ഇന്ന് ഈ പാർട്ടിയിലേക്ക് വന്നത്. യോഗത്തിൽ BJP പട്ടാമ്പി മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് അധ്യക്ഷത വഹിച്ചു. OBC മോർച്ച മണ്ഡലം പ്രസിഡന്റ് K. ഉണ്ണികൃഷ്ണൻ, KV രാജേഷ്, രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. മറ്റു BJP പ്രവർത്തകരും യോഗത്തിൽ പങ്കെടുത്തു. സുന്ദരബാബു, സുനിൽ എന്നിവർ BMS യൂണിയനിൽ പ്രവർത്തിക്കാൻ തീരുമാനിച്ചതായി BJP പ്രാദേശിക നേതാക്കൾ പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ കോൺഗ്രസ് പ്രവർത്തകനും INTUC തൊഴിലാളിയുമായ സുന്ദരബാബുവിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതായി വാടനാകുറിശ്ശി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് P. രൂപേഷ് പറഞ്ഞു. സുന്ദരബാബുവിൻ്റെ ഭാര്യ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് വാടനാകുറിശ്ശി ഡിവിഷനിലേക്ക് UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച് തോറ്റതിൻ്റെ പേരിൽ പാർട്ടി സ്ഥാനം രാജിവെച്ച് അദ്ദേഹം INTUC ഷെഡിൽ BJPയുടെ കൊടി പാറിക്കുകയും അത് അഴിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ വഴങ്ങാതാവുകയാണ് ഉണ്ടായതെന്നും P. രൂപേഷ് പറഞ്ഞു. വിവരം DCC പ്രസിഡന്റിനെയും INTUC ജില്ലാ പ്രസിഡന്റിനെയും അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ അനുമതിയോടെ സുന്ദരബാബുവിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതെന്ന് രൂപേഷ് പറഞ്ഞു. ഇന്നലെ രാത്രി അദ്ദേഹം INTUC കാലങ്ങളായി വഹിച്ചിരുന്ന ഷെഡിൽ BJPയുടെ കൊടി കെട്ടുകയും ആ കൊടി പാർട്ടി നേതാക്കൾ ഒന്നടങ്കം പറഞ്ഞിട്ടും അത് അഴിക്കില്ല എന്ന് പറയുകയും ചെയ്തു. ഞങ്ങൾ പരമാവധി തവണ പാർട്ടിയുടെ ഉന്നതതലത്തിലുള്ള നേതാക്കളെല്ലാവരും സുന്ദരബാബുവുമായി ബന്ധപ്പെട്ടു. ഒരു കാരണവശാലും കീഴടങ്ങില്ല. പിന്നെ ഫോണിലൂടെ നിരന്തരം അനാവശ്യങ്ങളാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിന്ന് ബഹുമാനപ്പെട്ട പാലക്കാട് DCC പ്രസിഡന്റിനോട് സംസാരിക്കുകയും INTUC ജില്ലാ പ്രസിഡന്റായ SK അനന്തകൃഷ്ണനോട് സംസാരിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ പാർട്ടി വിരുദ്ധ നടപടി സ്വീകരിച്ചതിൻ്റെ പേരിൽ DCC പ്രസിഡന്റിൻ്റെയും INTUC ജില്ലാ പ്രസിഡന്റിൻ്റെയും അനുമതിയോടുകൂടി സുന്ദരബാബുവിനെ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും INTUCയുടെ തൊഴിലാളി എന്ന നിലയിലും പുറത്താക്കിയതായി ഇതിനാൽ അറിയിക്കുകയാണ്. മൈനോറിറ്റി കോൺഗ്രസ് ജില്ലാ ചെയർമാൻ അസീസ് പട്ടാമ്പി, A. ശ്രീനിവാസൻ, VK സൈദലവി, M. നിസാർ, S. നന്ദകുമാർ, A.
അജു, PK റഫീഖ്, N അഭിലാഷ്, T അജീഷ് എന്നിവരും രൂപേഷിനൊപ്പമുണ്ടായിരുന്നു. പറപ്പൂക്കരയിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ 2 പ്രതികൾ റിമാൻഡിൽ. കൊലയ്ക്ക് കാരണം കൊല്ലപ്പെട്ട അഖിൽ കൊലക്കുറ്റം നടത്തിയ രോഹിതിൻ്റെ സഹോദരിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞതിന്. റിമാൻഡിലായത് രോഹിത് എന്ന 21 വയസ്സുള്ള കുട്ടനും പോപ്പി എന്ന അറിയപ്പെടുന്ന 36 വയസ്സുള്ള വിപിനും. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. രോഹിതിന്റെ സഹോദരിയെ ഇഷ്ടമാണെന്ന് അഖിൽ പറഞ്ഞതിലുള്ള വൈരാഗ്യത്തിലാണ് അഖിലിനെ കൊലപ്പെടുത്തിയത്. രോഹിത് പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കഞ്ചാവ് ബീഡി വലിച്ച ഒരു കേസിൽ പ്രതിയാണ്. വിപിൻ പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു വധശ്രമ കേസിലും ലഹരിക്കടിമപ്പെട്ട് പൊതുജനങ്ങളെ ശല്യം ചെയ്ത കേസിലും പൊതുസ്ഥലത്ത് പരസ്യമായി മദ്യപിച്ച കേസിലും പൊതുസ്ഥലത്ത് പണം പന്തയം വെച്ച് ചീട്ടുകളിച്ച കേസിലും അടക്കം 4 ക്രിമിനൽ കേസിലെ പ്രതിയാണ്. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ SHO ആദം ഖാൻ, SI മാരായ പ്രദീപ്, പാട്രിക് PV, വിഷ്ണു, GSI മാരായ അനന്തകുമാർ, പ്രസന്നൻ, ഡ്രൈവർ, ASI ആൻഡോ, CPO ദീപക്, CPO യദു എന്നിവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്ത അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഓടിക്കൊണ്ടിരിക്കുന്ന KSRTC ബസ് ദേശീയപാതയോരത്ത് നിർത്തിയിട്ട് ഇറങ്ങിപ്പോയ ഡ്രൈവറെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പാലക്കാട് നെന്മാറ ചാത്തമംഗലം സ്വദേശി നമ്പൂതിരിപ്പറമ്പ് വീട്ടിൽ ബാബുവിനെയാണ് മണലി പാലത്തിന് താഴെ ഞായറാഴ്ച രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശനിയാഴ്ച വൈകിട്ടാണ് ടോൾ പ്ലാസയ്ക്ക് സമീപം ബസ് നിർത്തിയിട്ട് ബാബു ഇറങ്ങിപ്പോയത്. യാത്രക്കാരെ കണ്ടക്ടർ ഇടപെട്ട മറ്റൊരു ബസ്സിൽ കയറ്റിവിടുകയായിരുന്നു. ബസ് പിന്നീട് പുതുക്കാട് ഡിപ്പോയിലേക്ക് മാറ്റി. പരാതിയെ തുടർന്ന് പുതുക്കാട് പോലീസും ബന്ധുക്കളും ചേർന്ന് അന്വേഷിക്കുന്നതിനിടെ മണലി പാലത്തിനു സമീപമുള്ള ഭാഗത്ത് ബാബുവിൻ്റെ മൊബൈൽ ഫോൺ ലഭിച്ചിരുന്നു. ഞായറാഴ്ച രാവിലെയാണ് പാലത്തിനു സമീപം ബാബുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ബാബുവിൻ്റെ പെട്ടെന്നുള്ള പ്രകോപനത്തിൻ്റെ കാരണം വ്യക്തമല്ല. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ദേശമംഗലം വറവട്ടൂരിൽ പ്രവർത്തിക്കുന്ന TMH ഗ്രാനൈറ്റ് ക്വാറിയിൽ സെക്യൂരിറ്റിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇടുക്കി കഞ്ഞിക്കുഴി മൂത്ത വീട്ടിൽ 74 വയസ്സുള്ള ശശിമാധവനെയാണ് ഞായറാഴ്ച രാവിലെ റൂമിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ക്വാറിയിലേക്ക് കല്ലെടുക്കാൻ വന്ന ലോറി ഡ്രൈവർമാർ ഗേറ്റ് തുറക്കാത്തതിനെ തുടർന്ന് അന്വേഷിച്ചപ്പോൾ ജനലിൽ കൂടെ നോക്കുമ്പോൾ കട്ടിലിൽ ചെരിഞ്ഞ് മരിച്ചു കിടക്കുന്നത് കാണപ്പെടുകയായിരുന്നു. ചെറുതുരുത്തി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാകൂ. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. 60 വയസ്സ് കഴിഞ്ഞവർക്കും ഡയാലിസിസ് രോഗികൾക്കും സൗജന്യ യാത്രയൊരുക്കി പഴയ ലക്കിടിയിൽ അഖിലുൽ ഖുറാൻ സ്ത്രീകളുടെ കൂട്ടായ്മയിൽ ഹാപ്പിനെസ് ഓട്ടോ. അബ്ദുൽ നാസർ വേങ്ങരയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഹാപ്പിനെസ് ഓട്ടോ വീരൻ സാഹിബ്, നിയുക്ത മെമ്പർ നബീസ സലീം എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന വൃദ്ധരായ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ നാട്ടിലെ കാരണവന്മാർ, അവരുടെ സഹധർമ്മിണികൾ, അവർക്ക് ഒരു സന്തോഷ നിമിഷങ്ങൾ കൈമാറുന്നതിന് വേണ്ടിയും അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ, അവർക്ക് അത്യാവശ്യമുള്ള യാത്ര ചെയ്യണമെങ്കിൽ വാഹന സൗകര്യങ്ങൾ കിട്ടാത്ത ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ പ്രദേശങ്ങളിലുണ്ട്. അത്തരം ആളുകളെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് ആനന്ദവും സന്തോഷവും സംതൃപ്തിയും ഒക്കെ കൈമാറുന്നതിന് വേണ്ടിയുള്ള ഒരു സംരംഭമാണ് ഇവിടെ ഇന്ന് തുടക്കം കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഷൗക്കത്ത് പഴയലക്കിടി അധ്യക്ഷത വഹിച്ചു. സക്കീർ ഹുസൈൻ പഴയലക്കിടി മുഖ്യപ്രഭാഷണം നടത്തി. നിയുക്ത മെമ്പർ നഫീസ ഷെരീഫ്, ഹസൻകുട്ടി, യൂസഫ് കൂനുങ്ങൽ, ഇർഷാദ് വളാഞ്ചേരി, കുഞ്ഞിപ്പ വളാഞ്ചേരി, റഫീഖ് ലക്കിടി, KT കുഞ്ഞുമുഹമ്മദ്, ഷറഫുദ്ദീൻ നാലകത്ത്, ഇബ്രാഹിം കണ്ണിത്തൊടി, CM മുഹമ്മദ് അഫ്സൽ വേങ്ങര എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. മുഹമ്മദ് ഉണ്ണി പരിപാടിയിൽ പങ്കെടുത്തു. ഈ സംരംഭത്തിൽ വിവിധ സ്ഥലങ്ങളിൽ സൗജന്യ സർവീസ് നടത്തുന്ന ഹാപ്പിനെസിൻ്റെ മറ്റു ഓട്ടോറിക്ഷകളും ചടങ്ങിൽ പങ്കെടുത്തു. പഴയലക്കിടി ഹിദായത്തുൽ ഇസ്ലാം മഹല്ല് കമ്മിറ്റി സെക്രട്ടറി PA ഷൗക്കത്ത് അലി സ്വാഗതവും കൂനങ്കൽ യൂസഫ് നന്ദിയും പറഞ്ഞു. 60 വയസ്സ് കഴിഞ്ഞവർക്ക് സൗജന്യ യാത്ര, ഡയാലിസിസ് രോഗികൾക്ക് സൗജന്യ യാത്ര, ഞായറാഴ്ച ടൂർ പ്രോഗ്രാം എന്നിവയൊക്കെ ഹാപ്പിനെസ് ഓട്ടോ വാഗ്ദാനം ചെയ്യുന്നു. സമീപ പഞ്ചായത്ത് പരിധിയിലെ 60 കഴിഞ്ഞ വയോജനങ്ങൾക്കും രോഗികൾക്കും ഹാപ്പിനെസ് ഓട്ടോ വിളിക്കാം. തികച്ചും സൗജന്യ സേവനമാണ്. ആരെങ്കിലും സുമനസ്സുകൾ സഹായം നൽകുകയാണെങ്കിൽ സ്വീകരിക്കും. ഞായറാഴ്ച യാത്രയ്ക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യുക. ഫോൺ 9400903035. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കടുത്ത മത്സരത്തിനിടയിലും 7 വാർഡുകളിൽ LDF സ്ഥാനാർത്ഥികൾ വിജയിച്ചതിൽ മണ്ണൂരിൽ LDFിൻ്റെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. ഇടതുപക്ഷത്തെ തകർക്കാനുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ് മിക്ക വാർഡുകളിലും നടന്നതെന്ന് CPM നേതാക്കൾ പറഞ്ഞു. മണ്ണൂരിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ മുഴുവൻ സ്ഥാനാർത്ഥികളും പങ്കെടുത്തു. പള്ളിപ്പടി വഴി ചുറ്റിയ ശേഷം തിരിഞ്ഞ് മണ്ണൂർ കാവ് മൈതാനിയിൽ സമാപിച്ചു. 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു.
ലോക്കൽ സെക്രട്ടറി OV സ്വാമിനാഥൻ, TR ശശി, V മോഹനൻ എന്നിവർ സംസാരിച്ചു. മറ്റൊന്ന്, ഈ പ്രദേശത്ത് വരുന്ന 7 വാർഡുകളാണ്. 15 വാർഡുകളിൽ 7 വാർഡുകളിൽ ഉജ്ജ്വല വിജയം നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞു. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ മണ്ണൂർ ഡിവിഷനും അതുപോലെ തന്നെ തടുക്കശ്ശേരി ഡിവിഷനിലും ആയിരക്കണക്കിന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് നമ്മൾ വിജയിച്ചത്. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്ക് നമ്മുടെ പഞ്ചായത്തിൽ നിന്നും 1000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കാൻ കഴിഞ്ഞു. സീറ്റുകൾ നേടിയ ഇവിടെ LDF-ന് 7, UDF-ന് 6, BJP 2 എന്നിങ്ങനെയാണ് കക്ഷിനില. ഇവിടെ 7 സീറ്റുകൾ നേടിയ LDF ഭരണത്തിലേറാനാണ് സാധ്യത. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. 2 സീറ്റ് നേടി UDF-ന്റെ മാനങ്കാത്ത ലക്കിടിയിൽ മുസ്ലിം ലീഗ്. വാർഡ് 21-ൽ വിജയിച്ച ശംസുദ്ദീനും വാർഡ് 4-ൽ വിജയിച്ച ഷംല ഷൗക്കത്തുമാണ് ലീഗ് ചിഹ്നമായ കോണി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ചത്. പിന്നിട്ട കാലങ്ങളിൽ, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയുള്ള ഇടതുപക്ഷത്തിൻ്റെ ദുർഭരണം ഈ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് ഏറെ പ്രയാസമുണ്ടാക്കിയതാണ്. അവർ ശക്തമായ രീതിയിലുള്ള വിധിയെഴുത്താണ് ഈ വാർഡ് നടത്തിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പ്രിയപ്പെട്ട ഷംല ഈ വാർഡിൽ നിന്ന് 215ഓളം വോട്ടുകൾ നേടിയാണ് വിജയിച്ചിട്ടുള്ളത്. ഷംല വോട്ട് ചെയ്ത മുഴുവൻ ജനാധിപത്യ വിശ്വാസികളോടും ഞങ്ങൾ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകയാണ്. വരാൻ പോകുന്ന 5 വർഷക്കാലം നമ്മളൊക്കെ ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് ഈ വാർഡിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇവിടെ 10 വർഷമായി ഇടതുപക്ഷം സ്വജനപക്ഷപാതവും അതുപോലെ തന്നെ ദുർഭരണവും അതിനുള്ള വിധിയെഴുത്താണ് ഈ തെക്കിഞ്ചി റോഡ് ഭാഗത്ത് ജനങ്ങൾ വിധി എഴുതിയിട്ടുള്ളത്. ഇവിടുത്തെ ജനങ്ങളോടൊപ്പം അവരുടെ ഏതാവശ്യങ്ങൾക്കും നമ്മുടെ വാർഡിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കും ഇവിടുത്തെ ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുമെന്ന് എല്ലാവർക്കും ഈ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിച്ച എല്ലാവർക്കും നന്ദിയാണ്. വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് ലീഗ് പ്രവർത്തകർ സ്ഥാനാർത്ഥികളെ പങ്കെടുപ്പിച്ച് ആഹ്ലാദ പ്രകടനം നടത്തി. ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി വനിതാ ലീഗിന്റെ സംസ്ഥാന നേതാവ് കൂടിയാണ് ഷംല ഷൗക്കത്ത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 3ാം തവണയും BJP അധികാരത്തിലെത്താതിരിക്കാൻ പാലക്കാട് നഗരസഭയിൽ മതേതര നീക്കം ആരംഭിച്ച CPM-ഉം കോൺഗ്രസും. തുടർഭരണം അഭിമാന പ്രശ്നമായതോടെ എന്തു വില കൊടുത്തും അധികാരത്തിലെത്താൻ NDA. CPM കേന്ദ്രങ്ങളിൽ BJP വളർച്ച. പാലക്കാട് ജില്ലയിൽ 2 പഞ്ചായത്തുകളുടെ ഭരണമുറപ്പിച്ച് BJP. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിമത നീക്കത്തിൽ പാലക്കാട് ജില്ലയിൽ CPM-ന് നഷ്ടമായത് 5 പഞ്ചായത്തുകൾ. BJP സ്വാധീനമുറപ്പിച്ചതും പുതൂർ പഞ്ചായത്തിൽ ഒരു മെമ്പർ പോലും ഇല്ലാത്തതും CPM-ന് കനത്ത തിരിച്ചടി. തൃശ്ശൂരിൽ പാർലമെന്ററി പാർട്ടിയുടെ അഭിപ്രായം കണക്കിലെടുത്ത് മേയർ തീരുമാനിക്കുമെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. മറ്റു ഘടകങ്ങളുടെ സ്വാധീനമുണ്ടാകില്ലെന്നും ജോസഫ് ടാജറ്റ്. വാടനാകുറിശ്ശിയിൽ കോൺഗ്രസ് പ്രവർത്തകരും INDC അംഗങ്ങളുമായ 2 പേർ പാർട്ടി വിട്ട BJP. പാർട്ടി വിട്ടവർക്ക് സ്വീകരണമൊരുക്കി BJP. കോൺഗ്രസിന്റെ അസ്തിത്വം നഷ്ടപ്പെട്ടെന്ന് പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ. പാർട്ടി വിട്ടവരെ INTUC അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതായി കോൺഗ്രസ് വാടനാകുറിശ്ശി മണ്ഡലം പ്രസിഡന്റ് P. രൂപേഷ്. അംഗങ്ങളെ പുറത്താക്കിയത് DCC പ്രസിഡന്റിനെയും INTUC ജില്ലാ പ്രസിഡന്റിനെയും അറിവോടെയെന്നും രൂപേഷ്. പറപ്പൂക്കരയിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ 2 പ്രതികൾ റിമാൻഡിലായത് പറപ്പൂർ സ്വദേശികളായ രോഹിത് എന്ന 23 വയസ്സുള്ള കുട്ടനും OP എന്നറിയപ്പെടുന്ന 36 വയസ്സുള്ള വിപിനും. ഓടിക്കൊണ്ടിരിക്കുന്ന KSRTC ബസ് ദേശീയപാതയോരത്ത് നിർത്തിയിട്ട് ഇറങ്ങിപ്പോയ ഡ്രൈവറെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പാലക്കാട് നെന്മാറ ചാത്തമംഗലം സ്വദേശി ബാബുവിനെയാണ് ഞായറാഴ്ച രാവിലെ മണലി പാലത്തിന് താഴെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ദേശമംഗലം വറവട്ടൂരിൽ പ്രവർത്തിക്കുന്ന ഗ്രാനൈറ്റ് ക്വാറിയിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് ഇടുക്കി കഞ്ഞിക്കുഴിയും മൂത്ത വീട്ടിൽ 74 വയസ്സുള്ള ശശിമാധവൻ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.